Welcome to Flavors of Thailand. അങ്ങനെ നമ്മളൊരു ബോട്ട് സവാരിയെല്ലാം കഴിഞ്ഞ് ഞാൻ ശരിക്കും വേറൊരു നൈറ്റ് മാർക്കറ്റിലേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു മാർക്കറ്റ് ഏരിയ ഉണ്ട്, ധാരാളം ഭക്ഷണ കാര്യങ്ങളും ഒക്കെ ആയിട്ട്. നമുക്ക് ഇവിടെ ഒന്ന് കണ്ടിട്ട് ആ ഭാഗത്തേക്ക് പോകാം. ഇതെല്ലാം ഈവനിങ് മാർക്കറ്റ്സ് ആണ്. ഭയങ്കര രസമാണ്. ഇവിടെയൊക്കെ നല്ല നല്ല ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടും. ഇതെല്ലാം ചെറിയ ബാക്ക് ബാഗ്സാണ്. 400 ബാട്ട് എന്നാണ് പറയുന്നത്. ഇത് കണ്ടില്ലേ, പല പല ടൈപ്പ് ഉണ്ട്. ഇത് ഇങ്ങനത്തെ ടൈപ്പ്, ഇതിന് വേറെ വില. ഈ ബാഗിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിക്കുവാണ്. ഹൗ മച്ച്? 150. ഓക്കെ, ഇത് 150. ഇത് കൊള്ളാം, നല്ല ക്യൂട്ട് ഒരു ഹാൻഡ് ബാഗ്. ആൻഡ് ദിസ് 590. ദിസ് 500. 500. എൻ്റെ ഡ്രസ്സിന് കറക്റ്റ് മാച്ചിങ് ആണ്. 500, 500. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ 1000 രൂപ. അപ്പോൾ ഇതാണ് നമ്മുടെ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, നോക്കാം. നല്ല രസകരമായ മണം വരുന്നു. തായ് ഫുഡിൻ്റെ നല്ല വൃത്തിയും വെടിപ്പുമുള്ള നല്ല കുഞ്ഞു കടകളാണ് ഇതെല്ലാം. സ്റ്റോൾസ്, ആൾക്കാർക്ക് കഴിക്കാനായിട്ട് ഫുഡ് കോർട്ട് പോലെയാണ്. ഇവിടെ കൂടുതൽ കാണുന്ന എന്താണ് മെനു എഴുതിയിട്ടുണ്ട്. എന്ത് കാര്യം, ഇത് തായ് മുസ്ലിം വിഭവങ്ങളാണ്, ക്യൂസിനാണ്. തായ് മുസ്ലിംസിൻ്റെ ഡിഷസ്. ഇതിൽ പട്ടായി എന്ന് പറയുന്ന ഭയങ്കര ഫേമസ് ആണ്. തായ് ഫുഡിൻ്റെ കാര്യത്തിൽ പട്ടായി എന്ന് പറഞ്ഞാൽ വലിയ ഫേമസ് ആയിട്ടുള്ളൊരു നൂഡിലാണ്. അതിന് 30 ബാട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പട്ടായി വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ഫ്രൈഡ് ഗ്ലാസ് നൂഡിൽ തായ് സ്റ്റൈലുണ്ട്. പട്ടായി വൂൺസെൻ ഉണ്ട്. പട്ടായി പ്ലാമ്യൂ ഉണ്ട്. അത് ഫ്രൈഡ് നൂഡിൽ തായ് സ്റ്റൈൽ വിത്ത് ഫ്രഷ് സ്ക്വിഡ് എന്ന് പറയുമ്പോൾ കണവ വെച്ചിട്ട്. പിന്നെ പട്ടായി വൂൺസെൻ പ്ലാമോക്ക് ഫ്രൈഡ് ഗ്ലാസ് നൂഡിൽ തായ് സ്റ്റൈൽ വിത്ത് ഫ്രഷ് സ്ക്വിഡ്. പിന്നെ ഫ്രഷ് ഷ്രിമ്പ് കൊഞ്ച് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് നൂഡിൽ വെച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു അസോർട്ടഡ് സീ ഫുഡ് ഉണ്ട്. എല്ലാം നൂഡിലാണ് ബേസ്. സോ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് പട്ടായി വിത്ത് ഷ്രിംപ്. പട്ടായി വിത്ത് ഷ്രിംപ്. ഓക്കെ. അപ്പോൾ പട്ടായി വിത്ത് ഷ്രിംപ്സ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. യു ഡു ചെയ്യാൻ പറയുന്നത്. ആദ്യം എണ്ണയിൽ ഇച്ചിരി സവാള, പിന്നെ എന്തൊക്കെയാ, കുറച്ച് തോഫു ചോപ്ഡ്, പിന്നെ കുറച്ച് പ്രോൺസ്, ഗ്ലാസ് നൂഡിൽസ്, സ്റ്റോക്ക്. അപ്പോൾ ഇതുവരെ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എണ്ണ, അത് കഴിഞ്ഞ് സവാള, പിന്നെ ഒരു കാര്യം ഇട്ടു, ഇതെനിക്ക് മനസ്സിലായില്ല, പക്ക എന്ന് പറഞ്ഞു. ഒരു മധുരവും ഒരു ഇഞ്ചിയുടെ ടേസ്റ്റും കൂടെ ചേർന്ന് വരുന്നതാണ്. പിന്നെ ഉണക്ക ചെമ്മീൻ ഇട്ടു, പിന്നെ അല്ലാത്ത ചെമ്മീൻ ഇട്ടു, പിന്നെ ഗ്ലാസ് നൂഡിൽ ഇട്ടു, കുറച്ച് സ്റ്റോക്ക് ഒഴിച്ചു, പട്ടായി. ഇനി മുട്ട. ഇനി എന്താണ്, കുറച്ച് ഇത് ബീൻ സ്പ്രൗട്ട്സ് ആണ്. ഓക്കെ, സ്പ്രിംഗ് ഓണിയൻ കുറച്ചിട്ടു, മുട്ട ചേർത്തു, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ഇല, കുറേ ബീൻ സ്പ്രൗട്ട്സ്, ഇത്ര ഇട്ട് മിക്സ് ചെയ്തു. അപ്പം ഇങ്ങനെ കുഴഞ്ഞ രീതിയിൽ പട്ടായി. യെസ്, ഇത് എൻ്റെ ഭക്ഷണം റെഡി. പീനട്ട് കുറച്ച് പീനട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് തരും. അതുകൊണ്ട് കല്ലുമ്മക്ക വെച്ചിട്ടൊരു വിഭവമാണ് ഇനി ചെയ്യാൻ പോകുന്നത്, മസൽസ്. മുട്ടയും കല്ലുമ്മക്കായും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം. അതിൻ്റെ കൂടെ ബീൻ സ്പ്രൗട്ട്സും കൂടി ഇടും. ഒരു പരന്ന തവയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കുകയാണ്. കുറച്ച് മാവാണിത്, ലൂസായിട്ട് പരത്താം. അതും അതിനകത്തേക്ക് മുട്ട,
2 മുട്ട, അതിനകത്ത് കുറച്ച് മസൽസ് എടുത്തിടുന്നു, കല്ലുമേക്ക തോട് കളഞ്ഞത്, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, നമ്മളിപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് കണ്ട. അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇങ്ങനെയാണ്. കുറച്ച് ലൂസ് മാവ് ഒഴിക്കും, പിന്നെ കുറച്ച് കല്ലുമേക്കായിടും, സ്പ്രിംഗ് ഓണിയൻ, മുട്ട എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കും. എന്നിട്ട് ഒരു പോർഷനായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കും. അപ്പോൾ ഞാനും ഒരു പോർഷൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേത് കണ്ടില്ലേ, ഇളക്കി അത് വേവിച്ച് ആ മുട്ടയും കല്ലുമേക്കായും എല്ലാം കൂടി കിടന്ന് മസൽസ് എല്ലാം കൂടെ വെന്ത് കിട്ടും. ഓ, നല്ല ഫ്ലെയിം, നല്ല ചൂടുള്ള തവ. യെസ്, കുറേ ബീൻ സ്പ്രൗട്ട്സ് ഇടുകയാണ്. യെസ്, നല്ല ഹെൽത്തിയാണ്. ബീൻ സ്പ്രൗട്ട്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബീൻ സ്പ്രൗട്ട്സും കൂടി ചേർത്തു. എന്നിട്ട് അതിനെ തിരിച്ചു മറിച്ച് ഏതാണ്ട് ഒരു ഓംലെറ്റ് പോലെ ആക്കി എടുത്തിരിക്കുകയാണ്. എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നു. അതൊരു ഫുൾ പ്ലേറ്റ്. ഞാൻ അതും കഴിക്കാൻ പോവാണ്. താങ്ക് യു. അപ്പോൾ അതിൻ്റെ മുകളിലും കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ ഇതേത് സാധനമാണെങ്കിലും 40 ബാറ്റ്. 40 എന്ന് പറയുമ്പോൾ 80 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ. ഇത് ലാഭമല്ലേ? ഞാൻ എൻ്റെ ഫുഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഇത് പട്ട് തായ് എന്ന് പറയുന്ന തായ് ഡിഷ് വിത്ത് ഗ്ലാസ് നൂഡിൽസ് ആൻഡ് ഷ്രിംസ്. ആഹാ, എന്താ സന്തോഷം. മേളിൽ കുറച്ച് പീനട്ട്സൊക്കെ ഇട്ടിട്ട് സ്വാദിനെക്കുറിച്ച് ഞാൻ എന്താ പറയണ്ടേ. തായ് ഫുഡിൻ്റെ സ്വാദിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എരിവും പുളിയും മധുരവും എല്ലാം ചേർന്ന് വരാം. അതുപോലെ ഒരു ശകലം മധുരവും ഉപ്പും മധുരവും ചെറിയൊരു എരിവും എല്ലാം കൂടി ചേർന്ന്, വലിയ എരിവില്ല ഇത്, നല്ല ഒരു അമേരിക്കൻ ചോപ്സി ഒക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഷായ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതാണെന്ന് വെച്ചാൽ അതല്ല. ഷ്രിംസ് കേട്ടോ, ചെറിയ കൊഞ്ചും ഉഗ്രം സ്വാദം. കുറച്ച് നാരങ്ങ വേണമെങ്കിൽ വെച്ചിട്ടുണ്ട്. നാരങ്ങ നീരും കൂടി വേണമെങ്കിൽ അതിനകത്ത് വയ്ക്കുക. ഒരു കോമ്പിനേഷൻ. കാര്യം മധുരവും എല്ലാം ചേർന്ന് വരുന്നുണ്ട്. ഇച്ചിരി ഒരു പുളിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അല്ല, അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഭയങ്കര സ്വാദം. ഇത് നമ്മുടെ മസിൽസ്. അങ്ങനെ നമ്മുടെ ഷ്രിംസിലേക്ക് ഞാൻ കിടക്കുകയാണ്. അതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് പറഞ്ഞു തരാം, എന്നിട്ട് ഞാൻ വിശാലമായിട്ട് കഴിക്കാം. നമ്മുടെ മസിൽസ് കല്ലമക്ക, അതൊന്നും അതിനേക്കാട്ടിലും ടേസ്റ്റ്. എന്ത് ചെയ്യാനാ. എന്തൊരു കോമ്പിനേഷനാണ്. മുട്ടയും കല്ലുമേക്കായും ബീൻ സ്പ്രൗട്ട്സും കുറച്ചൊരു മാവും നല്ലൊരു സ്വീറ്റ് ആൻഡ് സാർ ഡിപ്പും കൂടി വെച്ചിട്ടുണ്ട്. അതിൽ മുക്കിയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഏതാണ്ട് ഒരു ഓംലെറ്റ് പോലെയാണിത് കഴിക്കേണ്ടത്, സ്റ്റഫ്ഡ് ഓംലെറ്റ് പോലെ. ഹെമനിലാണെന്ന് വേണമെങ്കിൽ പറയാം. അത് രസകരമായ സ്വാദ്. ശരിക്കും ഫുഡ് എൻജോയ് ചെയ്യണമെങ്കിൽ തായ്ലൻഡിൽ വന്നിട്ട് ഇതുപോലെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കണം. നല്ല വൃത്തിയും വെടിപ്പുമുള്ള സ്റ്റോൾസാണ് ഫുഡ് കോർട്ട്സിൽ. ഇതിപ്പോൾ ഞാനിരിക്കുന്നത് ആഴ്ത്തായാലും മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് ബോട്ടിംഗ് ഒക്കെ പോകുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ. ഇവിടെ വേറെയും ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വരുമ്പോൾ നോക്കൂ, ഇത് തായ് സോസേജ് എന്നാണ് എഴുതിയിരിക്കുന്നത്.
തായ് സോസേജ്, തായ് സാർ പോർക്ക് സോസേജ്. പോർക്കിൻ്റെ മീറ്റ് വെച്ചിട്ട് നന്നായിട്ട് കൊത്തി എടുത്തിട്ട് സോസേജ് പോലെ അവർ റോൾ ചെയ്ത് കണ്ടില്ലേ, അതിങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഭയങ്കര സ്വാദാണ്, കാണുമ്പോൾ തന്നെ അറിയാം. അത് ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ് തായ് പോർക്ക് സോസേജ്. അങ്ങനെ അവിടെ നിന്ന് സോസേജ് ഏരിയയിൽ നിന്നും മറ്റൊരു ഭാഗത്തെത്തുന്നു. തൊട്ടടുത്ത് ഇവിടെ കംപ്ലീറ്റ് ചെറിയ ട്രിങ്ക്ലെറ്റ്സ്, നമുക്ക് തലയിൽ വെക്കാൻ ആവശ്യമുള്ള ചെറിയ ക്ലിപ്സ്, നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ കാണുന്നു. സ്മോൾ ക്ലിപ്സ്. ഹൗ മച്ച്? 20 ബാട്ടാണെന്നാണ് പറയുന്നത് ഇതിന് ഒരെണ്ണം. ക്ലിപ്പാണേ ഇതങ്ങനെ. പിന്നെ അതുപോലെ തലയിൽ വയ്ക്കുന്ന ക്ലിപ്സ് പലതരം, ഹെയർ ബാൻഡ്സ് പലതരം, എല്ലാം വെറൈറ്റി ബാൻഡ്സാണ്. നോക്കൂ, ഇങ്ങനെയൊക്കെ ബാൻഡ് കണ്ടിട്ടുണ്ടോ നമ്മൾ? ഇങ്ങനെ പിന്നെ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ബാൻഡ്സാണ്. ഇത് ഒരു ബാൻഡാണ്, എട്ടിക്കഴിഞ്ഞിട്ട് ബോ മാതിരി ആക്കി വയ്ക്കും. ഇവിടെ എല്ലാം ഭയങ്കര, എല്ലാം 20, 20. ഇത് 10 ആണ്. ഇതൊക്കെ 10, മറ്റേതെല്ലാം 20 ബാറ്റ്. 20 എന്ന് വെച്ചാൽ നമ്മുടെ 40 രൂപ. ഇത് കണ്ടോ, ഇതൊരു ഹെയർ ക്ലിപ്പ് അല്ല, ഇതൊരു ഹെയർ ബാൻഡ്. ഇങ്ങനെ നല്ല രസമുണ്ട്, അതിങ്ങനെ തൂങ്ങി കിടക്കും. നൈസ്. പിന്നെ ഇതെല്ലാം സ്ലൈഡ്സ്, വെറൈറ്റി. അയ്യോ സുന്ദരൻ. ദിസ് ഈസ് ലാസാപ്സോ ബ്രീഡ്. വിച്ച് ബ്രീഡ്? അയ്യോ ബൊമ്മം. അങ്ങനെ ക്ലിപ്സ് നോക്കി വന്നപ്പോൾ നല്ലൊരു ക്ലിപ്പിട്ട് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നല്ലൊരു പട്ടിക്കുട്ടി. ഈ ക്ലിപ്സിൻ്റെ ആൾക്കാരുടെ പിന്നെ അവരുടെ പെറ്റാണ് ഈ പട്ടിക്കുട്ടി. മമ്മം എന്നാണ് അവൻ്റെ പേര്, മമ്യം. നല്ല ചട്ടമ്പിയാണ്, നല്ല ബ്യൂട്ടിഫുൾ ഡോഗ്. അവൻ്റെ തലയിൽ ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് നോക്കൂ, സുന്ദരിയായിട്ട്. ഇത് സ്വീറ്റ്സിൻ്റെ ഏരിയയാണ്. ഇവരുടെ തായ് സ്വീറ്റ്സ്, ചെറിയ ക്രിസ്പി പിന്നെ ക്രേപ്സ് ഉണ്ടാക്കി അതിനകത്ത് വാനില ക്രീമും മറ്റേ കോക്കനട്ട് ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. പല ടൈപ്പ് ഓഫ് ഫില്ലിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ, തേങ്ങയുടെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഒരുപാട് ചുറ്റു വെച്ചിരിക്കുന്നു. ഇത് കണ്ടില്ലേ, 25 പാക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. ക്രിസ്പിയാണ്, ഇത് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. പിന്നെ ഇത് ഒരെണ്ണത്തിന് 10 ബാറ്റ്. ഇത് വാങ്ങിക്കാം. ഇതിനകത്ത് തേങ്ങയൊക്കെ വെച്ചുള്ള ഫില്ലിംഗ് ആണ്. ഇത് നല്ല ക്രീമൊക്കെ വെച്ചിട്ട്, ഇത് തേങ്ങ ഫില്ലിങ്. ഓക്കെ, ഇത് 10, ഇത് 25. അതാണ് കാര്യം. നോക്കട്ടെ, നമ്മുടെ അപ്പം മാതിരി, വട്ടയപ്പം മാതിരി ചെയ്തിട്ട് കോക്കനട്ട്, അകത്ത് കോക്കനട്ട്. വട്ടയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് തേങ്ങയും പഞ്ചസാരയും ഒരു ഫില്ലിങ് കൊടുത്ത് തന്നെ ഉണ്ടാവും. ആ ടേസ്റ്റാണിത്. ഇതല്ല, ഇത് ക്രിസ്പി ആയിട്ടുള്ള കാര്യമാണ്. തൊട്ടിപ്പുറത്ത് ചിക്കൻ നല്ല ചങ്കി പീസസ്, ഇങ്ങനെ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് പിന്നെ അതിനെ കൊച്ചു പീസസ് ആയിട്ട് മുറിച്ച് കൊടുക്കുന്ന സ്ഥലമാണ് ഈ ഭാഗം. നല്ല ഫ്രഷ് ആയിട്ട് ബാക്ക് സൈഡിൽ വറുത്തുകൊണ്ടിരിക്കുന്നു, ഫ്രണ്ടിൽ കച്ചവടം നടക്കുന്നു. ബാറ്റർ ഫ്രൈഡ്. അങ്ങനെ
ചിക്കൻ കൗണ്ടറിൽ നിന്നും നേരെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ഒരു സ്വീറ്റ് കൗണ്ടർ. ഇത് മെക്സിക്കൻ ചുറോസാണ്. ചുറോസ് എങ്ങനെയാണ് ഇവിടെ ഒരു തായ് വിഭവമായി മാറിയെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഒരു പലഹാരമാണിത്. അതിൻ്റെ കൂടെ ഡിപ്പിന് പല ടൈപ്പ് ഓഫ് ഡിപ്പുണ്ട്. വാനില, ഇത് പാൻഡൻ ലീവ്സിൻ്റെ ഡിപ്പ്, ഇതൊരു ചെറി ഡിപ്പ്, ചോക്ലേറ്റ് ഡിപ്പ് വേണമെങ്കിൽ അതുണ്ട്. ചുറോസ് അപ്പോൾ നമ്മളൊരു 25 ബാട്ടാണ് ഒരു പാക്കറ്റ്. അത് തന്നെ അവർ ഇത് ചെയ്തായിരുന്നു. ഇത് ചുറോസ് ഉണ്ടാക്കുന്ന മെഷീനാണെന്ന് തോന്നുന്നു. ആ ഷേപ്പിൽ കറക്റ്റായിട്ട് ഇത് തീർന്നിട്ട് ഇനി ഫ്രൈ ചെയ്യുള്ളൂ. അത് മെഷീനിനകത്തൂടെ മാവ് കൊടുത്തിട്ട് അതിങ്ങനെ ആ കറക്റ്റ് ഷേപ്പിൽ ഫിംഗർ ഷേപ്പിൽ വരും. അത് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്യും. എല്ലാം ടേസ്റ്റ് ചെയ്ത് തന്നെ പോകാം അല്ലേ. കറക്റ്റ് നല്ല ക്രിസ്പി നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചോക്ലേറ്റ് ഡിപ്പോ വാനില ഡിപ്പോ എന്തെങ്കിലും കൂട്ടി കഴിക്കും. എൻ്റെ കയ്യിലെ പാക്കറ്റ്സിൻ്റെ എണ്ണം കൂടുന്നു. ഇവിടെ നല്ല പച്ച മാങ്ങ, അധികം പുളിയില്ലാത്ത മാങ്ങ കട്ട് ചെയ്ത് നല്ല ഐസ് കോൾഡാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഡിപ്പായിട്ട് മുളകും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ തണ്ണിമത്തൻ 20 ഒരു പാക്കറ്റിന് 20 ബാട്ട്, നമ്മുടെ ഏതാണ്ട് 40 റുപ്പീസ്. എല്ലാം നല്ല ഹൈജീനിക്കായിട്ട് നല്ല കൈകൊണ്ടൊന്നും ഇളക്കിയുള്ള പരിപാടി ഒന്നുമില്ല. എല്ലാം സീൽഡ്, എവറിത്തിങ് ഈസ് നീറ്റ് ആൻഡ് ക്ലീൻ. അങ്ങനെ മാങ്ങയും തണ്ണിമത്തൻ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കയറി വരികയാണ്. എല്ലാവരും ബിസിയാണ്. ഇവിടെ വേറൊരു ഫുഡ് കൗണ്ടറാണ്. ഇവിടെയും നൂഡിൽസ്, ഫ്രൈഡ് റൈസ് എല്ലാം ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് കൊടുക്കുന്നു. ഇവിടെ മറ്റൊരു കൗണ്ടർ. ഇവിടെ എല്ലാ സീ ഫുഡ് ഐറ്റംസും ചിക്കനും എല്ലാം ഇവിടെ റെഡിയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാവും. ആൾക്കാർ വരുന്നതിനനുസരിച്ച് അവർക്ക് മിക്സ് ചെയ്ത് കൊടുക്കും. സാധനം ഉണ്ടാക്കാൻ പോണതാ. മീറ്റ് എടുത്ത് അതിനകത്ത് വെച്ച് ഇതെല്ലാം കൂടി ഇട്ടിട്ട് തിളച്ച വെള്ളത്തിലേക്ക് എടുത്ത് വയ്ക്കും. എന്നിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്യേ. ഇവിടുത്തെ മിക്സിംഗ് എല്ലാം ഇങ്ങനെയാണ്. കുറച്ച് മീറ്റും പിന്നെ എന്താ പറയുക, കുറച്ച് നൂഡില്, കുറച്ച് പല ടൈപ്പ് ഓഫ് കാര്യങ്ങളിങ്ങനെ എടുത്തിട്ട് അത് തിളച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കിലേക്ക് വെച്ചിട്ട് വീണ്ടും വേവിക്കുന്നു. എന്നിട്ടെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറേ കാര്യങ്ങൾ, ഇതിപ്പോൾ ലിവർ എല്ലാ സാധനങ്ങളും എടുക്കുകയാണ്. മിക്സ്ഡ് സാധനങ്ങളാണ് എല്ലാം. ഇച്ചിരി തിളച്ച വെള്ളത്തിൽ മുക്കുന്നു. അപ്പോൾ പെട്ടെന്ന് എല്ലാം വെന്ത് വരും. ഗ്ലാസ് നൂഡിൽസ്, അതിനകത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില, സവാള എല്ലാം വരയിട്ടു. പിന്നെ കുറേ സോസുകൾ ഒഴിക്കും. കുറച്ച് ചില്ലി ഇടും, പലതരം സോസസ്, ഫിഷ് സോസ്, പിന്നെ കുറച്ച് ചില്ലി പൗഡർ, ചതച്ച ചില്ലി, കാന്താരിയൊക്കെ ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ്, അതെ, കുറേ മുളക് പൊടി. ഇവരുടെ മുളക് പൊടിയൊക്കെ ഡിഫറെൻ്റാണ്. ഒത്തിരി സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് നല്ല എരിവുള്ളൊരു കാര്യമായിട്ടാണ് മിക്സിങ്. കണ്ടല്ലോ, സവാള എല്ലാം ചേർത്തിട്ടുണ്ട്. പുളി കിട്ടാനായിട്ട് കുറച്ച് ലൈം, എല്ലാം, ഉപ്പ്. വാവ്, നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അത് പാർസലാണോ? പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇതാണ് കാര്യം, ഫൈനൽ പ്രോഡക്റ്റ്. വാ, കിട്ടികൾ അടിപൊളി. ഒരു എക്സ്പേർട്ടാണ് ഇതിനെ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. എന്ത് രസമായിട്ടാണ് ചെയ്തതെന്ന് കണ്ടോ. ഇതിലിപ്പം ഫിഷ് സോസ് ഉണ്ട്, നാരങ്ങാ നീരുണ്ട്, this is lime, fish sauce. This is sukka means എന്താണ് ഈ സുക്ക എന്ന് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഷുഗർ, സുക്ക എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഷുഗർ സിറപ്പ്. അപ്പോൾ കുറച്ച് പഞ്ചസാര സിറപ്പ്, പുളി, നാരങ്ങാ നീര്, ഫിഷ് സോസ്, അപ്പോൾ ഉപ്പ്, 3 കാര്യങ്ങളായി. ഞാൻ പറഞ്ഞില്ലേ, മധുരം, പുളി, ഉപ്പ്. പിന്നെ മുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. കുറേ നല്ല എരിവുള്ള കാന്താരി,
പിന്നെ മുളക് പൊടി ചില്ലി, പിന്നെ കുറച്ച് ബ്രൗൺ ഉപ്പുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും ഉണ്ട്. അജിനോമോട്ടയുണ്ട്, സവാള, ഗ്ലാസ് നൂഡിൽസ്, കുറേ ഇലകൾ, പിന്നെ പലതരം ഇറച്ചി, കൊത്തിയ ചിക്കൻ, പിന്നെ ലിവർ, സ്ക്വിഡ് വേണമെങ്കിൽ അത് എല്ലാം കൂടി ഇട്ടിട്ട് എല്ലാം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് അവിടെയുണ്ട്. അതിൽ മുക്കി മുക്കി എടുക്കുന്ന ഒരു ഹാഫ് കുക്ക്ഡാക്കി എല്ലാം കൂടി യോജിപ്പിക്കുന്നു. എന്ത് സ്വാദെന്നറിയാമോ ആ മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ. എക്സ്പെർട്ട്. ഓക്കെ, താങ്ക് യു. ഇവിടുത്തെ രാത്രി ഇനിയും സജീവമായി കുറേ നേരം കൂടി തുടരും. പക്ഷേ ഇവിടുത്തെ എല്ലാ സ്റ്റാൾസിലും ഇത്തരം കാഴ്ചകളാണ്. ധാരാളം ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളുടെ രാത്രി വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ പോകുന്ന മറ്റൊരു മാർക്കറ്റ് സ്ഥലത്തേക്കാണ്. പക്ഷേ നിങ്ങളെ ഞാൻ നാളെ കാണുള്ളൂ. അതുവരെ ബൈ.